പ്രിയപ്പെട്ടവരെ, അക്ബേഴ്സ് ട്രാവൽ ഡയറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ജീവിതത്തിൻ്റെ അർത്ഥവും ആശയവും, ലക്ഷ്യവും മാർഗവും ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു വർത്തമാനത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഹാപ്പിനെസ്സാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ഹെൽത്തിനെ കുറിച്ചാണ്. ഹീ ഹു ഹാസ് ഹെൽത്ത് ഹാസ് ഹോപ്പ്. ഹീ ഹു ഹാസ് ഹോപ്പ് ഹാസ് എവരിത്തിങ്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് കേവലം ശാരീരികമായത് മാത്രമല്ല. ഇറ്റ് ഈസ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അത് ഫിസിക്കലാണ് ഹെൽത്ത്, മെൻ്റലാണ് മാനസികമായ ആരോഗ്യമാണ്, സാമൂഹികമായ ആരോഗ്യകരമായ ഒരു ജീവിതവുമാണ്. അപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, ജീവിത വ്യവഹാരങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. പക്ഷെ സന്തോഷിക്കണമെങ്കിൽ, ആ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണ്ടേ. അപ്പോൾ നമുക്കറിയാം, ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോൾ കേവലം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിലോ വനത്തിലോ പോയി ധ്യാനം ഇരിക്കുക എന്നതൊന്നുമല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തികച്ചും ആരോഗ്യകരമായ മനസ്സും ശരീരവും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ സത്യം കണ്ടെത്തുക എന്നതാണ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തണമെങ്കിൽ, എനിക്കിപ്പോൾ 58 വയസ്സായി. ഞാൻ പരമമായ പ്രാധാന്യം കൊടുക്കുന്നു മാനസികമായ ഉല്ലാസത്തോടൊപ്പം ശാരീരികമായ ഫിറ്റ്നസ്സിന്. ഫിറ്റ്നസ് മാറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തണമെങ്കിൽ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ശരീരത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ. ആരോഗ്യം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു ആപ്തവാക്യമാണ്. രോഗം, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ വരാതിരിക്കാൻ ഞാൻ 25 വർഷമായിട്ട് പ്രാണായാമം ചെയ്യുന്നുണ്ട്, ആസനങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ ആം 58, ബട്ട് ഐ ആം സ്റ്റിൽ ഹെൽത്തി ഇൻ മൈൻഡ്, ഇൻ കോൺഷ്യസ് ആൻഡ് ഇൻ ഫിസിക്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാണായാമത്തെക്കുറിച്ച് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ സൂര്യ നമസ്കാരം ഏറ്റവും നല്ലൊരു ഒരു വ്യായാമത്തിൻ്റെ ഒരു പാക്കേജാണ് സൂര്യ നമസ്കാരം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ശരീരത്തെ ആരോഗ്യത്തോടു കൂടി സൂക്ഷിക്കുക. ഹാപ്പിനെസ് മാറ്റേഴ്സ്, ഹെൽത്ത് മാറ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ നമ്മൾ കാണും. സ്നേഹത്തോടു കൂടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഹീ ഹു ഹാസ് ഹോപ്പ്, ഹെൽത്ത് ഹാസ് ഹോപ്പ്. ആരോഗ്യമുള്ളവന് പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയുള്ളവന് എല്ലാമുണ്ട്. താങ്ക് യു വെരി മച്ച്. അക്ബർ സ്നേഹം.